ഇന്ന് 13ാമത്തെ ദിവസമാണ് എടുത്ത് അത്യാവശ്യം നല്ല പോസിറ്റീവ് കമന്റും കുറച്ച് നെഗറ്റീവ് കമന്റും വന്ന് വേറെ നീ പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ പല ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അങ്ങനെ കഥയും പറഞ്ഞിരിക്കണ്ട അവിടെ. അത് എന്നെ കൊണ്ട് കഴിയൂല. യു ഓൺലി ഫെയിൽ വെൻ യു ആർ സ്റ്റോപ്പ് നിർത്തണം. അവിടെ മാത്രമേ ഈ തോൽക്കുന്നുള്ളൂ. നിങ്ങളെ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ മെല്ലെ മെല്ലെ ഒഴിവാക്കണം. 13ാമത്തെ ദിവസമാണ് നമ്മളെ ഇന്നലെയാണ് നമ്മുടെ 12ാമത്തെ ദിവസമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുവിധ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തത്. ഇതുവരെ ഷെയർ ചെയ്ത് കൊടുത്തില്ലായിരുന്നു. കാരണം വെച്ചാൽ കുറച്ച് വീഡിയോ ഒക്കെ സെറ്റ് ആയതിനു ശേഷം എല്ലാവർക്കും അയച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നലെ അയച്ചു കൊടുത്ത അത്യാവശ്യം നല്ല പോസിറ്റീവ് കമന്റും കുറച്ച് നെഗറ്റീവ് കമന്റും വന്നു. ചെക്കന്മാര് തമാശക്ക് പറയുന്നതാണ് വേറെ നീ പണിക്ക് പോയിക്കൂടെ എന്നൊക്കെ പല രീതിയിൽ കുറച്ച് ചെക്കന്മാർ എന്നോട് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വെറുതെ തമാശക്കായാലും പക്ഷെ എമ്പളുണ്ടോ വിട്ടുകൊടുക്കണേ, ഒരിക്കലും വിട്ടുകൊടുക്കില്ല. നമ്മള് ഇങ്ങനത്തെ ഈ നെഗറ്റീവ് കമന്റിന് മൈൻഡ് പോലും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കാര്യങ്ങളെ എത്ര പോസിറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു അത് മാത്രം മതി നമുക്ക്. പിന്നെ ഇപ്പം മറ്റുള്ളവർ പറയുന്നത് ഇപ്പൊ ഒരു വിഷയമില്ലാത്ത രീതിയിലായി വരുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പം നമ്മളോടുള്ള കോൺഫിഡൻസും നമ്മളോടുള്ള വിശ്വാസവും വല്ലാണ്ട് കൂടിയിട്ടുണ്ട് ഈ 75 ഹാർഡിനോണ്ട്. കാരണം ചെയ്യാൻ പറ്റൂല എന്ന് ചോദിച്ചാൽ പല കാര്യങ്ങളും എനിക്ക് വേണം എന്നുള്ള വിചാരിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഒരിക്കലും ഒരാൾ പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഞാൻ താഴാൻ പോകുന്നില്ല, ഒരിക്കലും വിട്ടു കൊടുക്കില്ല. അത് നമ്മുടെ ഒരു വാശിയാണ്. ഈ 75 ഹാർഡ് എങ്ങനെയെങ്കിലും അടിക്കും. ഈ 75 ദിവസം നമ്മൾ വീഡിയോ ഇടും. അതിന് മുകളിൽ എന്ത് നെഗറ്റീവ് വന്നാലും നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല. അപ്പം നിങ്ങളെല്ലാവരും ലൈഫിൽ ഇത് അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. കാരണം വെച്ചാൽ ഒരാൾ എങ്ങനെ പറയും എന്ത് പറയും ചോദിച്ചിട്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് അത് ചെയ്യാനും പറ്റില്ല. നമുക്ക് ചിലപ്പോൾ ലൈഫിൽ ചേഞ്ച് ആവുന്ന ഒരു മൊമെന്റ് അത് അതുപോലും നമ്മൾ ശരിക്കും മിസ്സായി പോകും. അപ്പൊ ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്. ചെയ്യാൻ പറ്റണമൊക്കെ ചെയ്യുക. എത്രത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യാം. നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം വെച്ചാൽ മറ്റുള്ളവരെ നോക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അതിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് നമ്മളെ ലൈഫാണ്. നമ്മള് വൃത്തിക്ക് ചെയ്യുക, അടിപൊളിയായിട്ട് ചെയ്യാൻ പറഞ്ഞ ഒക്കെ ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അപ്പം ഇന്നത്തെ ഫസ്റ്റ് ബോട്ടിൽ വെള്ളം ഏകദേശം പകുതി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ടാസ്ക് ജിമ്മ് പോകാനുള്ള പരിപാടി എന്തായാലും ജിമ്മിൽ പോകാൻ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞൊന്ന് മറന്നുകൊണ്ട, വിട്ട് കൊടുക്കരുത് ഒരു കാര്യം. ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്യുക. പറയണവർ കിടന്ന് പറയുന്ന ചെയ്യാറാ, വിട്ട് കൊടുക്കരുത്. ഓക്കെ. പിന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമന്റ് ബോക്സിൽ എന്തെങ്കിലും കാര്യങ്ങൾ അഭിപ്രായങ്ങൾ എന്തെങ്കിലും പറയാം. ഞാൻ എന്ത് മാറ്റങ്ങളും വരുത്തും. എന്തൊക്കെ വന്നാലും നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിരിക്കും. പിന്നെ മാക്സിമം നമ്മുടെ പുതിയ വീഡിയോകളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കൺ പാടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പൊ എന്തായാലും നമുക്ക് ജിമ്മിലെത്തിയിട്ട് കാണാം. അങ്ങനെ രാവിലത്തെ വൈബൊക്കെ അടിച്ച് നേരെ ജിമ്മിലേക്ക് ഇങ്ങനെ വിടാൻ. രാവിലത്തെ കിളികളെ കരച്ചിലും ഒരു രക്ഷയില്ലാത്ത വൈബാണ്. അങ്ങനെ നമ്മുടെ ചെക്കനവിടെ പാർക്ക് ചെയ്ത് നേരെ ജിമ്മിലേക്ക് പോവാം. ഇന്ന് അതുമില്ല, നമ്മൾ ഒറ്റയ്ക്കുള്ളൂ. അങ്ങനെ നമ്മൾ നേരെ ജിമ്മിലെത്തി. നമ്മളെ കോച്ച് പിന്നെ ശിഷ്യന്മാർ അങ്ങനെ കഥയും പറഞ്ഞിരിക്കുന്നുണ്ട് അവിടെ. ഇന്ന് ട്രൈസിന് കളി. അതുമില്ലാണ്ട് ചെറിയൊരു മിസ്സിങ് ഉണ്ട്. എന്നാലും നമ്മൾ പൊളിക്കും, നമ്മൾ വിട്ടുകൊടുക്കില്ലല്ലോ. പിന്നെ നമ്മളെ പിള്ളേരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇവിടെ കളിക്കുന്നുണ്ട്. അങ്ങനെ നേരെ വീട്ടിലെത്തി. ഇന്ന് ചെറുപയർ മാത്രമേ ഉള്ളൂ. കുറച്ച് കൂടുതൽ ചെറുപയറും കടല ഐറ്റംസൊക്കെ എടുത്തിട്ട് വെള്ളമുണ്ട്, സെക്കൻഡ് ബോട്ടിൽ വെള്ളം. അതിങ്ങനെ കഴിച്ച് ഫുള്ള് സെറ്റാക്കി ബാക്കി പരിപാടി ഒന്ന് സെറ്റാക്കണം. ഹായ്. അപ്പം നമ്മൾ ഇന്നത്തെ അടുത്ത ടാസ്ക് ബുക്ക് വായിക്കാനുള്ള പരിപാടി നോക്കുകയാണ്. പിന്നെ ഇതാ 3ാമത്തെ ബോട്ടിൽ വെള്ളമായിട്ടുണ്ട്. ഇനി 2 ബോട്ടിൽ വെള്ളം പാടെ ഉള്ളൂ ഇന്നത്തെ ടാർഗറ്റ്. പിന്നെ ഇങ്ങോട്ട് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളെന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് കഴിയൂല, എന്തിനാ വേണ്ടാത്ത പണിക്കിക്കണ്, അങ്ങനത്തെ പറയണ കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ ഒന്നും മൈൻഡാക്കും വേണ്ട. അങ്ങനത്തെ ആൾക്കാരെ ഒന്നും നിങ്ങൾ ബോധിപ്പിക്കും വേണ്ട. നിങ്ങളെ ബോധിപ്പിച്ചാൽ മതി. നിങ്ങളെ മുന്നിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുക. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതിന് ഒരു വ്യക്തമായ കാരണം ഉണ്ടാവും. അത് നിങ്ങളെ മാത്രം ബോധിപ്പിച്ചാൽ മതി. നാട്ടുകാരെ എല്ലാവരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും സ്നേഹിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ പറയുന്നവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. നമ്മളെ നല്ലത് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അത് കേൾക്കാൻ നമ്മളെപ്പോഴും ഒരു നെഗറ്റീവിന് മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. ഞാനിതിപ്പോ എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് അങ്ങനെ ഇങ്ങനെ കേട്ടതിനോണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഞാനതൊന്നും മൈൻഡിൽ എടുത്തില്ല. പക്ഷേ ഞാൻ എന്റെ പഴയ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആ നെഗറ്റിവിറ്റി മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്റെ വീഡിയോ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് കാര്യം കിട്ടണം എന്നുള്ളൊരു വാശിയുള്ളതുകൊണ്ട് മാത്രമേ ഈ കാര്യങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം ചെയ്യുക. അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചെയ്തിരിക്കണം, ചെയ്യുക. ഞാൻ അതിൽ തോറ്റുപോയാലൊരു വിഷയമില്ല. നമ്മളങ്ങനെ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു കാര്യം തോറ്റു പോയാൽ എന്ത് ചെയ്യും എന്നുള്ള ചിന്താഗതിയെ പാടില്ല. കാരണം വെച്ചാൽ യു ഓൺലി ഫെയിൽ വെൻ യു ആർ സ്റ്റോപ്പ് ട്രൈയിങ് എന്നുള്ളൊരു കോട്ടുണ്ട്.
എപ്പോൾ ഈ ട്രൈയിങ് ചെയ്യൽ നിർത്തണം അവിടെ മാത്രമേ ഈ തോൽക്കുന്നുള്ളൂ. അല്ലാണ്ട് എന്ത് ചെയ്താലും ചിലപ്പോൾ അത് തോറ്റു അതുമായിട്ട് ആ സാധനം നമ്മൾ ചെയ്ത് വർക്കൗട്ട് ആയില്ലെങ്കിൽ നമുക്ക് അതിന് നല്ലൊരു പാഠം പഠിക്കാനുണ്ടാവും. അപ്പൊ അത് എടുക്കുക. ഒരിക്കലും തോറ്റുപോയി പറഞ്ഞിട്ട് വീണ് കിടക്കരുത്, നീച്ച് ഓടുക. കാരണം ഇത് നമ്മുടെ ലൈഫാണ്. കാരണം ഒരു വട്ടം നമ്മൾ വീണ പിന്നെ നമുക്ക് തിരിച്ചു കയറാൻ ഭയങ്കര പാടാ. ഓരോ ദിവസം നമ്മളെ പുതിയ വേർഷൻ ആയിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഒരിക്കലും ബാക്കിയുള്ളവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഓട്ട് അങ്ങനത്തെ കാര്യം മൈൻഡ് ചെയ്ത് ഇട്ട് കൊടുക്കാണ്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. നിങ്ങളെപ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡിൽ വെക്കണം. നിങ്ങൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ നിങ്ങളെ കുറ്റം പറഞ്ഞ ആൾക്കാരൊക്കെ നിങ്ങളെ മാറ്റി പറയും, അത് അടിപൊളി ഹൈക്കണെന്ന് തന്നെ പറയും. അത് എനിക്ക് കുറെ കാര്യങ്ങളിലുള്ള അനുഭവങ്ങളുണ്ട്. ചെയ്ത് കാട്ടി കൊടുക്കടാ. അപ്പൊ നമുക്ക് ഈ വാക്കൊരിക്കലും മറക്കരുത് കേട്ടോ. അതിനു വേണ്ടിയാ പിന്നെയും പറയുന്നത്. എനിക്ക് ശരിക്കും ഫീൽ ആയ ഒരു കാര്യമാണ്. അപ്പം ഇന്നത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്, ബുക്ക് വായിക്കാൻ പോവാണ്. നമ്മൾ വായിച്ചത് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ 2 തരം ഹാബിറ്റ് ഉണ്ട്, പോസിറ്റീവ് ഹാബിറ്റ്, നെഗറ്റീവ് ഹാബിറ്റ്. ഈ 2 ഹാബിറ്റ് നമുക്ക് നന്നായിട്ട് അറിയാം. പോസിറ്റീവ് ഹാബിറ്റ് പറഞ്ഞ ഒരു ബുക്ക് വായിക്കുന്നതാണെങ്കിൽ, നെഗറ്റീവ് ഹാബിറ്റ് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക, ഫോൺ യൂസ് ചെയ്തൊക്കെ. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ പോസിറ്റീവ് ഹാബിറ്റിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ഹാബിറ്റിനെ എപ്പോഴും താഴ്ത്തി വെക്കുക. എന്ന് വെച്ചാൽ പോസിറ്റീവ് ഹാബിറ്റ് എന്ന ബുക്ക് വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല, അതിനെ ഹൈലൈറ്റ് ചെയ്യുക. അത് വായിച്ചാൽ എനിക്ക് ഇത്രയൊക്കെ അറിവുകൾ കിട്ടും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് നേരെ നമ്മൾ അത് യൂസ് ചെയ്താൽ നമുക്ക് കുറേ നെഗറ്റിവിറ്റിയാണ്. നമ്മൾ പലരും വെച്ച് നമ്മളെ കമ്പയർ ചെയ്ത് നമ്മളെ തന്നെ താത്തി പറയും, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെ നെഗറ്റീവ് ആക്കി വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ നമ്മളെപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഉപകാരമുള്ള കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കും. നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മെല്ലെ ഒഴിവാക്കാൻ തുടങ്ങും. ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പോർഷനിൽ നമുക്ക് മനസ്സിലായത്. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ടാസ്ക്കായ വാക്കിങ്ങും പാടെ സെറ്റാക്കി ഇന്ന് കണ്ടിട്ടല്ലേ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ വിട്ട്. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കി അതിൻ്റെ കൺഫർമേഷൻ ചെയ്യുന്ന പരിപാടി. അങ്ങനെ രാവിലത്തെ സെൽഫി സെറ്റാക്കി, വർക്കൗട്ട് സെറ്റാക്കി, പിന്നെ 4 ലിറ്റർ വെള്ളം കുടിച്ചു, ഹെൽത്തി ഫുഡായിരുന്നു, 10 പേജ് ബുക്ക് വായിച്ചു, പിന്നെ വൈകുന്നേരത്തെ വാക്കിങ് സെറ്റാക്കി, വീഡിയോ അപ്ലോഡ് ചെയ്തു. അന്തസ്, ഒരു രക്ഷയില്ല. എന്നാൽ പിന്നെ നമുക്ക് നാളെ കാണാം. ഗുഡ് നൈറ്റ്.